ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വണ്ടർ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ന്യൂട്ടൺസ് ഡിസ്ക് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇത് നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്കെയിലും കോമ്പസും ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കോമ്പസിൻ്റെ മുകളിൽ ഒരു 12 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു കാർഡ്ബോർഡ് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു കോമ്പസിൻ്റെ ഈ ഒരു സെൻറ്റർ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു 12 സെൻറ്റിമീറ്ററിൽ നമുക്കൊരു റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു റൗണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ സിസർ ഉപയോഗിച്ച് ഈ ഒരു മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു റൗണ്ട് കട്ട് ചെയ്തൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ മുകളിൽ ഈ ഒരു A4 ഒന്ന് വെച്ച് നമുക്ക് ഗം ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം A4 ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഈ ഒരു ഭാഗം നമുക്ക് സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു A4 നമുക്ക് ബാക്കിയുള്ളത് ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് ഗമ്മ് വെച്ചിട്ട് നമുക്ക് ആ ഒരു A4ൻ്റെ ഈ ഒരു പീസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ഭാഗം സിസർ ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തൊന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് സ്കെയിൽ ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വൃത്തത്തിനെ കറക്റ്റ് 7 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു വൃത്തത്തിനുള്ളിലെ അളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണല്ലോ. അന്നപ്പോൾ 360 ഹരിക്കണം 7 നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 51.45 ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ ഒരു പൊട്ടാക്ടറിൽ നമുക്ക് കറക്റ്റ് 51 ഡിഗ്രിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്കെയിൽ പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ടിനെ കറക്റ്റ് 7 ഭാഗങ്ങളായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 7 ഭാഗത്ത് നമുക്ക് 7 കളർ വീതം നമുക്ക് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ വയലറ്റ്, സെക്കൻഡിൽ ഇൻഡിഗോ, തേർഡ് ബ്ലൂ, ഫോർത്ത് ഗ്രീൻ, ഫിഫ്ത്ത് യെല്ലോ, സിക്സ്ത് ഓറഞ്ച്, സെവൻത്ത് റെഡ് എന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ക്രയോൺസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്രയോൺസ് ജസ്റ്റ് അതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി നമുക്ക് നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കളറിൻ്റെ ഈ ഒരു ഓർഡറിൽ നമുക്ക് ഈ ഒരു റൗണ്ടിലൊന്ന് കളർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്കിൻ്റെ കളറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്കിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഈ ഒരു കാണുന്ന ബോൾട്ടിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നമുക്കൊരു ഹോൾ ഇട്ടെടുക്കണം. അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു ഡിസ്കിൻ്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാനോ അല്ലെങ്കിൽ മോട്ടറോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫാനിൻ്റെ ഈ ഒരു സെൻട്രലായിട്ട് കാണുന്നത് ഈ ഒരു നട്ട് പതിയെ ഇതേപോലെ ഒന്ന് അഴിച്ചെടുക്കാം. ആ ഒരു ഷാഫ്റ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു ഫാൻ പതിയെ അതേപോലെ ഒന്ന് ഊരിയെടുക്കാം. അടുത്തതായിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു തെർമോക്കോൾ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ആ ഒരു തെർമോക്കോൾ നമുക്ക് ഈ ഒരു ഫാനിൻ്റെ ഷാഫ്റ്റിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്ക് കൂടി ആ ഒരു ഷാഫ്റ്റിനുള്ളിലേക്ക് ഇതേപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു നട്ട് ഉപയോഗിച്ച് നമുക്ക് പതിയെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ന്യൂട്ടൺസ് ഡിസ്കിൻ്റെ മേക്കിംഗ് ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു വീല് മുഴുവനായിട്ടും കറങ്ങി നമ്മളുടെ ആ ഒരു വൈറ്റ് കളർ നമുക്ക് അതേപോലെ തെളിഞ്ഞ് കാണുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു 100 ടെക് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.